ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിയ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയൻ തമ്മിൽ ചെന്നൈയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാവിലെ 11:30 അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാൻ അത് തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കുക അതിന്റെ ഒരു സഹായം ചോദിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല തമിഴ്നാട്ടിലേക്ക് എത്തിയത്. ആ രണ്ടുപേരും നടന്ന ചർച്ചയിൽ തന്നെ പൂർണ്ണമായും ഒരു സഹായം തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വിജയ് ഒരു ഉറപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇന്നത്തെ ആ ചർച്ചയ്ക്ക് ശേഷം വന്ന ഏറ്റവും പ്രധാന വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലിനൊപ്പം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിജയ് എത്തുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. യുവാക്കളിൽ മുഖ്യമന്ത്രി വിജയുടെ വമ്പിച്ച ആകർഷണം യുവാക്കളെ ലഹരി ആസക്തിയിൽ നിന്നും അകറ്റുന്നതിൽ ഒരു നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. വിജയമായിട്ടൊരു കൂടിക്കാഴ്ച ഇന്ന് രമേശ് ചെന്നിത്തല നടത്തിയിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള മയക്കുമരുന്ന് ഭീഷണിക്കെതിരെ ചെറുക്കുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കത്തിന്റെ ഭാഗമായാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. മയക്കുമരുന്നിനെതിരെ പോരാടുന്നതിന് ഒരു ഏകീകൃത അന്തർ സംസ്ഥാന മുന്നണി സ്ഥാപിക്കുന്നതിനായാണ് ഇവരുടെയും കൂടിക്കാഴ്ച പ്രധാനമായി നടന്നത്. സംസ്ഥാന അതിർത്തികളിലെ പരിശോധന, തത്സമയ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുക, മയക്കുമരുന്ന് സിൻഡിക്കേറ്റുകളിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നതിനായി വൻതോതിലുള്ള സംയുക്ത പൊതുജന അവബോധം ക്യാമ്പയിനുകൾ ആരംഭിക്കുക എന്നിവയാണ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായി തന്നെ ഒരു ശ്രദ്ധാ വിഷയമായി മാറിയത്. കേരളത്തിലെ മയക്കുമരുന്ന് വിരുദ്ധ ആക്രമണത്തിന്റെ വിജയം എടുത്തു കാണിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ ഇതിനകം തന്നെ കാര്യമായ ഫലങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഈ നടപടിയിലൂടെ 6000-ലധികം വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനും 5500 കേസുകൾ രജിസ്റ്റർ ചെയ്യാനും മയക്കുമരുന്ന് കടത്തുകാരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കള്ളക്കടത്ത് ശൃംഖല പൂർണ്ണമായും തകർക്കുന്നതിന് സംസ്ഥാനതല ശ്രമങ്ങൾ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വിജയ് പൂർണ്ണ സഹകരണമാണ് ഉറപ്പ് നൽകിയത്. അനധികൃത മയക്കുമരുന്ന് വിതരണ ലൈനുകൾ അടച്ചുപൂട്ടുന്നതിനായി തമിഴ്നാട് കേരള അതിർത്തിയിൽ പൂർണ്ണമായും അത് അടയ്ക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനകൾ ഇപ്പോൾ കൈകോർത്ത് പ്രവർത്തിക്കും. ഏകോപിത നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കും. അന്തർ സംസ്ഥാന കച്ചവടക്കാർക്കെതിരെ ഉടനടി നടപടി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അടുത്തിടെ നടത്തിയ ഒരു കോൺക്ലേവിലും കർണാടക അതിർത്തികൾ സുരക്ഷിതമാകുന്നതിനായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഏകോപന സമിതി ഈ നിർണായക അതിർത്തി സുരക്ഷയും തുറമുഖ വിതരണ ദുർബലതകളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കേന്ദ്ര തലത്തിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പം കേരളവും തമിഴ്നാടും തമ്മിൽ ഇന്ന് നടന്ന ചർച്ചയിൽ പ്രധാനമായി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ലഹരി മാഫിയ സംഘം പോലീസിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ പോലീസ് ചേസ് ചെയ്ത് അവരെ പിടിക്കുന്ന സമയത്ത് അവർ തമിഴ്നാട് അതിർത്തിയിലേക്ക് രക്ഷപ്പെട്ടാൽ ഉടനെ തന്നെ ആ ഇൻഫർമേഷൻ നമ്മൾ തമിഴ്നാട് പോലീസിലേക്ക് കൈമാറും. അവരുടെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറയുമ്പോൾ നിങ്ങളത് പിടിക്കണം, ആ സ്പോട്ടിൽ തന്നെ പിടിച്ച് നമുക്ക് തരണം. അതായത് രണ്ടുപേരും കൂടെ ഒരു ഏകോപനമായ ഒരു നീക്കം ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. തിരിച്ചും അതേപോലെ തന്നെ തമിഴ്നാട് പോലീസ് പറയുന്നൊരു കാര്യം, നമ്മളിൽ നിന്നും ഏതെങ്കിലും പ്രതി നിങ്ങളുടെ അതിർത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിടിച്ച് ഇങ്ങോട്ട് തരണം. അത് രണ്ട് സംസ്ഥാനം കൂടെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലൂടെ മാത്രമേ ഈ മയക്കുമരുന്ന് ശൃംഖല അല്ലെങ്കിൽ ഈ ചെയിനെ നമുക്ക് തകർക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തമിഴ്നാട് അതിർത്തി കടന്ന് ആണ് വ്യാപകമായി തന്നെ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നാണ് വ്യാപകമായി വലിയ രീതിയിലുള്ള മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് തമിഴ്നാട് മാത്രമല്ല, ഒഡീസ, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, കർണാടക, ബീഹാർ, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ മയക്കുമരുന്നുകൾ ട്രെയിൻ മാർഗവും അതോടൊപ്പം തന്നെ റോഡ് മാർഗവും ഒക്കെ വലിയ രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ ഈ നാട്ടിലൊക്കെ പോയി വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ നിന്ന് വലിയ രീതിയിൽ ബൾക്കായിട്ട് ലഹരി വസ്തുക്കൾ കേരളത്തിൽ കൊണ്ടുവന്ന് ചെറിയ തോതിലായിട്ട് അവർ വിൽപ്പന നടത്തുന്നുണ്ട്. അതും വരും ദിവസങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവരെ പൂർണ്ണമായി ഒന്ന് പരിശോധന നടത്താനും ഇവരുടെ ലഗേജുകളടക്കം ഒന്ന് സ്കാൻ ചെയ്യാനുമുള്ള ഒരു നീക്കം കൂടി നടക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ കൂടെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു കേരളത്തെ ഒരു മയക്കുമരുന്ന് മുക്തമാക്കി മാറ്റാൻ പറ്റുമോ, അങ്ങനെ എല്ലാ രീതിയിലും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ കേരള പോലീസും ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.